പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് സഭായോഗ മധ്യം നമ്മൾ വായിച്ച തിരുവചന ഭാഗം എഫേസ് ലേഖനം 6-ാം അധ്യായമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് എഫേസ് ലേഖനം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും എന്നുള്ളൊരു വാക്യമാണ് ഇന്നത്തെ സന്ദേശത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും എന്ന് കർത്താവ് പറയുമ്പോൾ ഇത് യഹൂദരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അത്യുന്നതൻ്റെ മക്കളാകും എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിൽ അവർ അത്യുന്നതൻ്റെ മക്കളായിട്ടില്ല എന്നുള്ളൊരു ധ്വനി കൂടി അവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:4 ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും വായിക്കുമ്പോൾ അവിടെ അവർ ദൈവമക്കളായിട്ടില്ല, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അല്ലെങ്കിൽ ആ ദൈവിക മക്കൾ എന്ന പദവിയിൽ നിന്നും മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ. അപ്പോൾ എന്നെ ഈ വാക്ക് വളരെ ആകർഷിപ്പിച്ചു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. നമുക്കറിയാം റോമാലേഖനം 8:14, ഗലാത്യ 3:26, റോമാലേഖനം 8:17 വാക്യത്തിലൊക്കെയും പറയുന്നുണ്ട്, നാം ദൈവത്തിന്റെ മക്കളാണ്. നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ ക്രിസ്തുവേശുവിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു. ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്ന് ദൈവത്തിന്റെ വചനം കൂടെ കൂടെ പറയുകയാണ്. അപ്പോൾ ഒരു കാലത്ത് ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ, ദൈവത്തിന്റെ മക്കൾ എന്ന വിശേഷണത്താൽ ഇരുന്ന ഈ ഇസ്രായേൽ മക്കൾ പിന്നീട് ദൈവത്തെ അനുസരിക്കാത്തവരും. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:4 വാക്യം നമുക്കൊന്ന് വായിക്കാം. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ടും മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയേ ഉള്ളൂ. അപ്പോൾ അത്യുന്നതന്റെ മക്കളാണ് നിങ്ങൾ, ദൈവത്തിന്റെ ജനമാണ് നിങ്ങൾ എന്ന് ഇസ്രായേലിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞിരുന്നു. മരുഭൂമിയിൽ കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവം അവരെ നടത്തിയ ചരിത്രം നമുക്കറിയാം. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ സ്റ്റാറ്റസ് മാറിപ്പോയി. അപ്പോൾ ഇവിടെ പറയുകയാണ്, അയ്യോ പാപമുള്ള ജാതിയായി അവർ തീർന്നു, അല്ലെങ്കിൽ അകൃത്യത്തിന്റെ ഭാരം ചുമക്കുന്നവരായി അവർ തീർന്നു, അല്ലെങ്കിൽ ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതികളായി അവർ തീർന്നു. ദൈവത്തിന്റെ മക്കൾ ഇപ്പോൾ ആരായി തീർന്നു? ദുഷ്പ്രവർത്തിക്കാരുടെ മക്കളായി തീർന്നു എന്നിവിടെ വായിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വഷളായി നടക്കുന്ന മക്കൾ. ദൈവത്തിന്റെ മക്കളായിരുന്നവർ ഇപ്പോഴെന്താണ്? വഷളായി നടക്കുന്ന മക്കളായി തീർന്നു എന്നുള്ളൊരു വാക്യം ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ തന്നെ ജെറമിയ പ്രവാചകന്റെ പുസ്തകം സമാനമായിട്ടുള്ള ചിന്താഗതികൾ പങ്കുവെക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ്, എന്റെ കൂടാരം കവർച്ചയായി പോയിരിക്കുന്നു, എന്റെ കയറൊക്കെയും അറ്റിരിക്കുന്നു, എന്റെ മക്കൾ എന്നെ വിട്ടു പോയിരിക്കുന്നു. ദൈവം പറയുകയാണ്, എന്റെ മക്കളാണ്, അവർ ഇപ്പോൾ എന്നെ വിട്ടു പോയിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായിരുന്നു, ഇപ്പോൾ അകൃത്യഭാരം ചുമക്കുന്നവരായി തീർന്നു, അല്ലെങ്കിൽ പാപത്തിൽ വർദ്ധിച്ചവരായി തീർന്നിരിക്കുന്നു. തല്ലിയാൽ പോലും നന്നാകാത്ത അവസ്ഥയിലായിരിക്കുന്നു എന്റെ ജനം എന്ന് ദൈവം പറയുകയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും എന്ന് ദൈവം പറയുമ്പോൾ, റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിന്റെ 8:17 നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് ഈ പ്രസംഗത്തിന്റെ തലക്കെട്ട് ദൈവം തന്ന ചിന്ത എന്ന് പറയുന്നത്, ദൈവമക്കൾ യൂണിഫോമിലാണോ? പ്രൈസ് ദി ലോർഡ്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാക്യമാണത്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിലാണോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളെ വിട്ടിട്ട് നേരത്തെ യെശയ്യായിലും ജെറമിയായിലും വായിച്ചതുപോലെ ഈ ജനമായി തീർന്നത് പോലെ ദൈവസഭയുമായി തീർന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഹൃദയത്തോട് വളരെ ശക്തമായി ദൈവം ഇടപെടാനിടയായി തീർന്നു. അങ്ങനെയാണ് ആ ചിന്ത എഫേസ് ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അവിടെ നമ്മൾ ധരിക്കേണ്ട ഒരു യൂണിഫോം ദൈവം തയ്ച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ദൈവ പൈതലാണോ? ഒരു ആത്മീക സമരത്തിൽ അവനാണോ? ഒരു ആത്മീക പോരാട്ടത്തിലാണോ? അവൻ ഓൺ ഡ്യൂട്ടിയിലാണോ? ദൈവ പൈതൽ എന്ന നിലയിലുള്ള ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടി ഡ്രസ്സിലാണോ? അവന്റെ തലയിൽ തൊപ്പിയുണ്ടോ എന്ന് നോക്കിയപ്പോൾ
ഞാൻ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പോലീസുകാരനെ ഓർമ്മ വന്നു. അതിനോടനുബന്ധിച്ച് ഒത്തിരി ചിന്തകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. നമുക്കറിയാം, ഒരു ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ, അവന് കൃത്യമായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാകും, തലയിലൊരു തൊപ്പി ഉണ്ടാകും. അങ്ങനെ അധികാരപ്പെട്ട് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും ഒരു അസഭ്യം പറയുകയോ എന്തെങ്കിലും കയ്യേറ്റം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായി തീരുമെന്ന് നമുക്കറിയാം, അല്ലേ? നമ്മൾ ദൈവമക്കളാണെങ്കിൽ, നമ്മൾ ഫുൾ ഡ്യൂട്ടി ഡ്രസ്സിലാണ് എങ്കിൽ, നമ്മൾ യൂണിഫോമിലാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, യൂണിഫോമിൽ നിൽക്കുന്ന ദൈവമക്കൾക്കും കഷ്ടമുണ്ട്, കഷ്ടമില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവൻ അപ്പോഴും ദൈവത്തിന്റെ പൈതലായിരിക്കും. എഫെസ് ലേഖനത്തിൽ വായിച്ചതുപോലെ ഓരോരുത്തൻ ചെയ്യുന്ന നന്മകൾക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ സർവായുധം വർഗ ധരിച്ചു നിൽക്കുന്ന, ഓൺ ഡ്യൂട്ടിയിലായിരിക്കുന്ന ഒരു ദൈവ പൈതല് എന്നും ദൈവ പൈതല് തന്നെ ആയിരിക്കും. അവനും കഷ്ടമുണ്ട്, പക്ഷേ ആ കഷ്ടം സഹിക്കുന്നവന് അവൻ ചെയ്യുന്ന ആ ഡ്യൂട്ടിക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം ദൈവം തരുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു വാക്യമാണ്, വചനമാണ് ഈ വചനഭാഗം. അങ്ങനെ നമ്മൾ വായിച്ചു, അല്ലെ? ദൈവമക്കളുടെ യൂണിഫോം അത് കൃത്യമായി ഇന്ന് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. അപ്പോൾ ദൈവമക്കൾ യൂണിഫോമിലാണോ എന്നുള്ള ഈ തലക്കെട്ടോട് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, എഫെസ് ലേഖനത്തിലേക്ക് 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് വായിക്കുമ്പോൾ അവിടെ ചില പദങ്ങൾ നമുക്ക് കാണാം. സത്യം, നീതി, സുവിശേഷത്തിനായുള്ള ഒരുക്കം, പ്രത്യാശ, ദൈവവചനം, പ്രാർത്ഥന. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഒരുവനെയാണ് ദൈവ പൈതൽ, ദൈവമക്കൾ എന്ന് പറയാൻ കൊള്ളുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ യെശയ്യാ പ്രവാചകനിൽ പറഞ്ഞതുപോലെ ദൈവമക്കളായിരുന്നവർ അകൃത്യം പേറുന്ന ജാതിയായി തീർന്നിരിക്കുന്നു, ദുഷ്ടന്മാരുടെ സന്തതികളായി തീർന്നിരിക്കുന്നു. ഇത് ദൈവമക്കളെയല്ലേ വിളിക്കുന്നത്? ദൈവമക്കൾ എന്ന പേരുള്ള ഒരു ജനത്തെയാണ് ദൈവം പറയുന്നത്, അയ്യോ പാപമുള്ള ജനം, അകൃത്യം ചെയ്യുന്ന മക്കൾ, അല്ലെ? ദൈവമക്കൾ എന്നുള്ള സ്റ്റാറ്റസ് മാറി മറ്റുള്ള എന്തൊക്കെയോ മക്കളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം അവിടെ പറയുന്നത്. ദൈവം പിന്നെയും പറയുകയാണ്, നിങ്ങൾ ഇനി തല്ലിയിട്ട് എന്താ കാര്യം? തല്ലിയാൽ പോലും നന്നാക്കാത്ത സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു എന്ന് ദൈവം പറയുകയാണ്. ഇന്ന് പകലിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം എല്ലാവരും ദൈവമക്കളാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് സഭയിൽ വന്നിരിക്കുന്നവരാണ്, അല്ലെ? അങ്ങനെ ഈ യൂണിഫോം ധരിച്ചിവിടെ വന്നിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവവൈദ്യരായി തീരുന്നത്. ദൈവത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നതും ഈ യൂണിഫോമിലായിരിക്കുമ്പോൾ മാത്രമാണ്. ഈ യൂണിഫോം ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പല പ്രയാസത്തിലേക്കും, പല ബുദ്ധിമുട്ടിലേക്കും, പല കഷ്ടത്തിലേക്കും നമ്മൾ പോകും. മനസ്സിലായോ? ഒരു ദൈവ പൈതൽ യൂണിഫോമിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന കഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ അവന് പ്രതിഫലത്തിന് കാരണമായി തീരുന്നുവെന്ന് വചനം വ്യക്തമായി പറയുമ്പോൾ, അവൻ യൂണിഫോമിൽ അല്ലാതിരിക്കുമ്പോൾ വരുന്ന കഷ്ടങ്ങൾക്ക് യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല. അവൻ വെറുതെ കിടന്ന് കഷ്ടപ്പെടാമെന്നേ ഉള്ളൂ. നമുക്ക് 1-2 ചിന്തകൾ മാത്രം ഒന്ന് ചിന്തിക്കാം. അതായത് യൂണിഫോമിൽ ആയിരുന്ന നീതിമാന്മാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, അങ്ങ് ജോസഫ് തുടങ്ങി, മോശ തുടങ്ങി, ജോഷുവ, കാലെബ്, ജോബ്, പൗലോസ്, യേശുക്രിസ്തു, ജോസഫ്, മറിയം, ഇങ്ങനെയൊക്കെ നീതിമാന്മാരായിരുന്നവർ, അല്ലെ? അവർക്ക് ദൈവം കൊടുത്തിരുന്ന വസ്ത്രം അവർ ധരിച്ചവരാണ്, അല്ലെ? ചിലപ്പോഴൊക്കെയും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെയും മാനുഷികമായി ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായി യൂണിഫോം ധരിച്ചു പോയ അനേകരുണ്ടല്ലേ. ജോസഫിനെ നമ്മൾ പഴയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ അവൻ ദൈവ മുൻപിൽ അവൻ എപ്പോഴും ഓൺ ഡ്യൂട്ടിയിലായിരുന്നു. അവന് ദൈവം കൊടുത്ത വസ്ത്രം ഇട്ടുകൊണ്ടാണ് അവൻ എല്ലാ മേഖലകളിലുമായിരുന്നത്. സഹോദരന്മാരുടെ അടുക്കൽ, തന്റെ കുടുംബത്തിന്റെ പക്കൽ, പോത്തിഫറുടെ ഭവനത്തിൽ, ഫറവോന്റെ മുൻപിൽ എന്ന് വേണ്ട എല്ലായിടത്തും ദൈവത്തിന്റെ ഒരു യൂണിഫോം ഇട്ടുകൊണ്ടായിരുന്നു അവനുണ്ടായിരുന്നത്. അവന് കഷ്ടമൊന്നും ഉണ്ടായില്ലേ? അവനെ പോലെ കഷ്ടം സഹിച്ചവർ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പഴയ നിയമത്തിൽ സംശയമാണ്, അല്ലേ? ഓൺ ഡ്യൂട്ടിയിൽ യൂണിഫോമിൽ നടന്ന മനുഷ്യൻ കഷ്ടം അനുഭവിച്ചു. പക്ഷെ അവന്റെ കഷ്ടം പിന്നീട് ദൈവം എന്താക്കി തീർത്തു? നന്മയാക്കി തീർത്തു എന്ന് നമുക്കറിയാം, അല്ലേ? പിന്നീട് നമുക്കറിയാം, ജോഷുവയും കാലെബും എല്ലാം വിശ്വസ്തതയുടെ വസ്ത്രം ധരിച്ചവർ ആ ജനത്തിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞപ്പോൾ, കനാൻ ദേശം നല്ലതാണ്, ദൈവം നമ്മളെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ഓൺ ഡ്യൂട്ടി ഡ്രസ് അവർ ധരിച്ചപ്പോൾ അവർ വിശ്വസ്തരായി എണ്ണപ്പെട്ടു. അവരെ നയിച്ചത് വ്യത്യസ്ത ആത്മാവാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുവാനിടയായി തീർന്നു. അവർക്ക് പിന്നീട് കനാൻ ദേശം വിഭജിച്ചു കൊടുത്തപ്പോൾ അവകാശ ഭൂമിയിൽ കാലുകുത്തുവാനും അവകാശം ലഭിക്കുവാനും ഇടയായി തീർന്നു, അല്ലെ? അങ്ങനെ വിശ്വസ്തരായ അനേകരുണ്ട്. പിന്നീട് നമുക്ക് അറിയാം, കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്.
തിരുക്കുടുംബം പോലെ എൻ്റെ കുടുംബത്തെ ആക്കി തീർക്കണമേ. അവരറിയാതെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. തിരുക്കുടുംബം എന്ന് പറയുന്നത് യേശുക്രിസ്തുവും ഔസേപ്പിതാവും മറിയവും അടങ്ങുന്ന ഒരു കുടുംബത്തെയാണ് തിരുക്കുടുംബത്തിന്റെ. അത് അവർ ഫോട്ടോ ഒക്കെ എടുത്തു വെക്കും, തിരുക്കുടുംബത്തിന്റെ ഫോട്ടോ. എന്നിട്ട് പറയും, ഈ തിരുക്കുടുംബം പോലെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറയും. പ്രിയമുള്ളവരെ, ആ തിരുക്കുടുംബത്തിന്റെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മൾ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് നമ്മൾ പോയിരിക്കും. കാരണം സുഖകരമായ അവസ്ഥയല്ല തിരുക്കുടുംബത്തിനുണ്ടായത്, അല്ലേ? കർത്താവിന്റെ ജനനത്തിൽ തന്നെ മാതാവിന് ഒത്തിരിയേറെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു, അല്ലേ? ഇവൻ മറിയയുടെ മകനല്ലേ എന്ന് പറയുവാൻ തക്കവണ്ണം. സാധാരണ ബൈബിളിൽ പിതാക്കന്മാരുടെ പേരെടുത്താണ് ഒരുവർ അഭിസംബോധന ചെയ്യുന്നത്. മറിയത്തെ ഒരു സ്ത്രീയുടെ പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നത് ആ നാട്ടിൽ മറ്റൊരർത്ഥമാണ് അതിന് കൊടുക്കുന്നത്. അപമാനിക്കപ്പെട്ട ഒരു അഭിസംബോധന കർത്താവിന് നേരിട്ടു. അല്ലെങ്കിൽ ഔസേപ്പിതാവിന് ഒത്തിരിയേറെ പരീക്ഷകളും പ്രയാസങ്ങളും കടന്നുപോയി. യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ, യാത്രയോടുള്ള ബന്ധത്തിൽ, മറിയയും കൂട്ടിയുള്ള യാത്രയോടുള്ള ബന്ധത്തിൽ, അല്ലെ, ഒത്തിരി കഷ്ടങ്ങൾ. നീതിമാനായിരുന്നു എന്ന് വചനം പറയുന്നു. ഈ നീതിമാന കഷ്ടമുണ്ടായിരുന്നു, അല്ലെ? അവരെല്ലാം കൃത്യം യൂണിഫോമിലാണ് ദൈവസന്നിധിയിൽ നിന്നിരുന്നത്. ഔസേപ്പും ജോസഫും മറിയവും യേശുക്രിസ്തുവും കൃത്യം യൂണിഫോമിൽ നിന്നിട്ട് ഈ ലോകം അവർക്ക് കൊടുത്തത് കയ്പവെള്ളമായിരുന്നു, അല്ലേ? പക്ഷേ അത് സഹിച്ചപ്പോൾ കർത്താവിനെ ഏറ്റവും ഉയർത്തി എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിരുന്നു. അതുകൊണ്ട് ദൈവം ചെയ്തു, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം ആക്കി വെച്ചു. അപ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി എന്നുള്ള പദവി വിശുദ്ധ മറിയത്തിന് കൊടുക്കുവാനിടയായി തീർന്നു, അല്ലേ? ഇങ്ങനെ യൂണിഫോമിൽ നിന്നുകൊണ്ട് കഷ്ടം സഹിച്ചവർക്കൊന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല, അല്ലേ? എന്നാൽ ദൈവമക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം ഇല്ലാതെ നടന്ന് ഒത്തിരി തിക്താനുഭവങ്ങൾ വിളിച്ചു വരുത്തിയ ഒത്തിരി വിശുദ്ധന്മാരെ നമുക്ക് ഇവിടെ കാണാം, ബൈബിളിൽ കാണാം. നമുക്ക് യൂണിഫോം ഇല്ലാതെ നിന്നിരുന്നവരെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അത് സ്വർഗത്തിലെ ദൂതനായിരുന്നാലും യൂണിഫോം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുഖനോട്ടമില്ല എന്ന് നമുക്കറിയാം. യൂണിഫോം ധരിക്കാതിരുന്ന ഈ ദൂതനെ ദൈവം എന്ത് ചെയ്തു? തന്റെ നില മറന്നുപോയ ദൂതനെ ദൈവം എന്ത് ചെയ്തു? അന്ധതമസിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് വിധിയുടെ ദിവസത്തിന് വേണ്ടി. മനസ്സിലായോ? തന്റെ നില മറന്നുപോയി, അല്ലേ? ദൂതന്റെ നില ദൂതൻ മറന്നുപോയി. താൻ ആരാണെന്നുള്ള ബോധ്യം, തന്റെ ഉത്തരവാദിത്തം എന്താണെന്നുള്ള ബോധ്യം മറന്നുപോയി കൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ ദൈവം ശിക്ഷിച്ചു, അല്ലേ? അതൊരു ദൂതന്റെ കാര്യമാണ്. എന്നാൽ മനുഷ്യന്റെ കാര്യം നോക്കുമ്പോഴോ നമുക്കറിയാം, ലോത്തിന്റെ ഭാര്യ തുടങ്ങി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. എങ്കിലും ദൈവം കൊടുത്തൊരു വസ്ത്രമുണ്ട്, തിരിഞ്ഞു നോക്കാതെ ഓടിപ്പൊക്കോ, രക്ഷപ്പെട്ടോ. പക്ഷെ അവളൊന്ന് തിരിഞ്ഞു നോക്കി, അതിൽ അവൾ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഉപ്പുതൂണായി പോയി എന്ന വചനത്തിൽ പറയുന്നത്. അടുത്തൊരാളെ നോക്കുമ്പോൾ ശലോമോൻ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന് ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു വസ്ത്രം കൊടുത്തിരുന്നു. വിശുദ്ധിയുടെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ അറിവിന്റെ വസ്ത്രം കൊടുത്തിരുന്നു. രാജകീയ പദവി കൊടുത്തിരുന്നു. എന്നാൽ പിന്നീട് വിവരിക്കാതെ തന്നെ നമുക്കറിയാം, ശലോമോൻ തന്റെ നില മറന്ന് പ്രവർത്തിച്ചപ്പോൾ അവന്റെ കാലശേഷം രാജ്യം പിളർന്നു പോകുവാനിടയായിത്തീർന്നു. ദൈവം പ്രത്യക്ഷപ്പെട്ട് കൂടെ കൂടെ അവരോട് പറഞ്ഞു കൊടുത്തുവെങ്കിലും അവന്റെ ഹൃദയം, അവന്റെ അന്യ സ്ത്രീകൾ അവനെ വശീകരിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. എന്നിട്ട് അന്യ ദൈവത്തിലേക്ക് അവൻ പോകാനിടയായിത്തീർന്നു, അല്ലേ? അവന് നഷ്ടം വന്നു. ശലോമോനെ ഓർക്കുമ്പോൾ, അവന്റെ അവസാനം ഓർക്കുമ്പോൾ നമുക്ക് സുഖകരമായിട്ടുള്ളൊരു അനുഭവമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശലോമോനെ പോലെ നമ്മൾ ജ്ഞാനികളല്ല എങ്കിൽ പോലും നമുക്ക് ദൈവം ഒരു കൃപയാൽ ഒരു വസ്ത്രം തന്നിട്ടുണ്ട്. അതിനെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അടുത്തൊരാളെ പരിശോധിക്കാം. ശിംശോൻ. ശലോമോൻ ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നുവെങ്കിൽ ശിംശോൻ ശക്തരിൽ ശക്തനായിരുന്നു. ചത്തുകിടന്നിരുന്ന ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരങ്ങളെ കൊന്നു തള്ളിയ മനുഷ്യൻ. വല്ലവന് പുല്ലും ആയുധം എന്നൊരു ചൊല്ല് നമ്മുടെ കേരളത്തിലുണ്ട്, അല്ലേ? ശിംശോന്റെ കയ്യിൽ കിട്ടിയത് ആയുധമൊന്നുമല്ല, വെറുതെ ചത്തുകിടന്നിരുന്ന ഒരു കഴുതയുടെ താടിയെല്ലെടുത്തുകൊണ്ട് ആയിരങ്ങളെ കൊന്നവനാ ശിംശോൻ. അല്ലെങ്കിൽ തന്നെ കെട്ടിയിട്ടപ്പോൾ കട്ടളയടക്കം പൊളിച്ചു കൊണ്ടുപോയ ശക്തനായ മനുഷ്യനാണ് ശിംശോൻ. എന്നാൽ
തൻ്റെ വസ്ത്രം, ദൈവം കൊടുത്ത വസ്ത്രം അവനൊരു പെൺകുട്ടിയുടെ മുൻപിൽ അടിയറവ് വെച്ചപ്പോൾ അവന്റെ ശക്തി ക്ഷയിച്ച് അവൻ കേവലം മനുഷ്യനായി തീർന്നു എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ ശക്തിയില്ലാത്ത അല്ലെങ്കിൽ ലോകപരമായ ഒരു മനുഷ്യനായി തീർന്നു, ദൈവത്തിന് പ്രയോജനമില്ലാത്തൊരു മനുഷ്യനായി തീർന്നു എന്നവിടെ കാണുകയാണ്. അപ്പോൾ ശിംശോൻ ഓൺ ഡ്രസ്സിൽ, ഡ്യൂട്ടി ഡ്രസ്സിൽ അവൻ കട്ടിളകൾ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്, ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്, ഇസ്രായേലിന് ജയം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ തന്റെ വസ്ത്രം അവൻ മാറ്റി കളഞ്ഞപ്പോൾ, ദൈവം കൊടുത്ത വസ്ത്രം മാറ്റിക്കളഞ്ഞപ്പോൾ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ആദവും ഹവ്വയും തന്നെത്താൻ വസ്ത്രം തുന്നിപ്പിടിപ്പിക്കുകയായിരുന്നു അല്ലേ? എന്നാൽ ദൈവമാണ് അവർക്ക് ഒരു വസ്ത്രം തയ്ച്ചു കൊടുത്തത്. ഇതേപോലെ തന്നെ നമ്മളും സഭാജീവിതത്തിൽ പല വിധത്തിലുള്ള സ്വയനീതീകരണത്തിന്റെ വസ്ത്രങ്ങൾ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ദൈവസന്നിധിയിൽ വില പോവുകയില്ല എന്നുള്ളതാണ് ഈ വചന ഭാഗങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ അവൻ വീണുപോയി, അല്ലെങ്കിൽ ശക്തരിൽ ശക്തനായ ശിംശോൻ അവന്റെ ശക്തിയും നഷ്ടപ്പെട്ടു പോയി അല്ലെ? ഇതൊക്കെ നമുക്കൊരു പാഠമല്ലേ? യൂദാസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവൻ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവരുടെ കൂട്ടത്തിൽ അവനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരിക്കാം. അത്ര ശ്രേഷ്ഠനായിട്ടുള്ള ഒരു അപ്പോസ്തലൻ വെറും 30 വെള്ളിക്കാശിന് വേണ്ടി അവന്റെ വസ്ത്രം അവന്റെ നിലമറന്നുകൊണ്ട് അവൻ ചെയ്തപ്പോൾ അവന് വലിയ നഷ്ടങ്ങൾ വന്നു. അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പോലും പറയത്തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽപ്പെട്ട ഒരുവനല്ലേ യൂദാസ്? എത്രയോ ശ്രേഷ്ഠമായ പദവി അലങ്കരിക്കേണ്ടവനായിരുന്നു. പുനരുദ്ധാനത്തിൽ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തെ ഭരിക്കുവാനുള്ള അവസരം അവനുണ്ടായിരുന്നു, അല്ലെങ്കിൽ വാഗ്ദത്തം അവനുണ്ടായിരുന്നു. അവനത് നഷ്ടപ്പെടുത്തിയപ്പോൾ അവന് പകരം മത്തിയാസിന് ആ ഭാഗ്യം ലഭിച്ചു. നിനക്കുള്ള കിരീടം മറ്റൊരുവൻ എടുക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവാൻ വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പൊസിഷൻ ഉണ്ട്, ദൈവം തന്നിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്, ഒരു യൂണിഫോം ഉണ്ട്. നാം ഇന്ന് പകലിൽ അതിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പ്രിയമുള്ളവരെ, ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ യൂണിഫോമിലായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടത്തിന് പ്രതിഫലമുണ്ട്, കഷ്ടപ്പെട്ടാലും പ്രതിഫലമുണ്ട്. പക്ഷേ ഈ വസ്ത്രമില്ലാതെ ദൈവിക വസ്ത്രം മാറ്റിവെച്ച് നമ്മൾ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും കഷ്ടങ്ങൾ അനേകം സംഭവിക്കും. ഇവിടെയൊന്നും ദൈവത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുകയില്ല. കാരണം ദൈവം നൽകിയ ആ ഔദ്യോഗിക പദവി ഉപേക്ഷിച്ചത് മൂലമുണ്ടാകുന്ന കഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് 1-2 വാക്യങ്ങളെ ഒന്ന് വായിക്കാം. വിലാപ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കുമ്പോൾ, വായിച്ചതിന് ശേഷം ഞാൻ അതിലെ ചില വാക്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. അതായത്, നൽകപ്പെട്ട വസ്ത്രം അത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ പിന്നെ വരുന്ന കഷ്ടം ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടമല്ല, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്ന കഷ്ടങ്ങളാണ്. അത് അനുഭവിച്ചേ മതിയാകൂ, അതിന് ദൈവം ഉത്തരവാദിയല്ല. നമുക്ക് വായിക്കാം. അയ്യോ പൊന്നു മങ്ങിപ്പോയി, അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധ രത്നങ്ങൾ സകല വീതികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നു. തങ്കക്കുടം പോലെ ഇരുന്നവൻ ഇപ്പോൾ മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം പോലെയായി തീർന്നു. പൊന്നുകൊണ്ടുണ്ടാക്കിയ മക്കൾ ഇപ്പോൾ ആ മങ്ങിയ നിറത്തിലായി തീർന്നു. താഴേക്ക് വായിക്കാം. കുറുനരികൾക്ക് പോലും തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന പുത്രിമാരോ തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനില്ലാതെ മരുഭൂമിയിലെ ഒട്ടകപക്ഷികളെ പോലെ ആയിരിക്കുന്നു. കുറുനരികൾ പാല് കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക്. ദൈവത്തിന്റെ ജനമായ മക്കൾക്ക് പാല് കൊടുക്കുവാനില്ല, പട്ടിണിയാണ്. വായിക്കാം. മുലകുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീതികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കൈത്തൊടാതെ പെട്ടെന്ന് മറഞ്ഞുപോയ സോദോമിന്റെ പാപത്തേക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് നിർത്തി അത് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഇപ്പോൾ വായിച്ചു കേട്ട വാക്യം യൂണിഫോം നഷ്ടപ്പെടുത്തിയപ്പോൾ തന്റെ ജനത്തിന് വന്ന കഷ്ടങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. നമുക്ക് ഓൺ ഡ്യൂട്ടിയിൽ കുറച്ച് പേര് കഷ്ടപ്പെട്ടു അല്ലേ? അങ്ങ് ജോസഫ് മുതൽ അങ്ങ് വിശുദ്ധന്മാരായ അനേകർ
എഫെസ്യ ലേഖനം 6:19 പറയുന്ന പോലെ ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം എന്ന് പറഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ ചങ്ങല ധരിച്ചിരിക്കുകയാണ്. എന്തിനാണ്? പൗലോസ് വേറെ വല്ല കേസിലകപ്പെട്ടിട്ടോ എന്തെങ്കിലും അഴിമതി ചെയ്തിട്ടാണോ? അല്ല, സുവിശേഷ സംബന്ധമായി കർത്താവിനെ പ്രതി ചങ്ങല ധരിച്ചിരിക്കുകയാണ്. അതിന് പ്രതിഫലമുണ്ട്. എന്താ പറയുന്നത്? ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ പൗലോസ് ഇപ്പോൾ ചങ്ങല ധരിച്ചിരിക്കുക, ഓൺ ഡ്യൂട്ടിയിൽ ദൈവം കൊടുത്ത വിശുദ്ധ വസ്ത്രം ധരിച്ച് ആ മനുഷ്യൻ ഇപ്പോൾ ചങ്ങല ധരിച്ചിരിക്കുക. എന്നാൽ വിലാപ പുസ്തകത്തിൽ വായിച്ച കഷ്ടങ്ങൾ അത് കർത്താവിനെ പ്രതി ചങ്ങല ധരിച്ചിട്ടോ കർത്താവിന്റെ വസ്ത്രം ധരിച്ചിരുന്നിട്ടോ അല്ല. കർത്താവ് കൊടുത്ത വിശുദ്ധ വസ്ത്രം ഉപേക്ഷിച്ച് ദൈവത്തിന്റെ അരുളപ്പാടുകളും ആലോചനകളും തള്ളിക്കളഞ്ഞ് പ്രതിശാന്തി ഇല്ലാതെ വണ്ണം ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ വണ്ണം ഈ ജനം അധപ്പതിച്ചു പോയപ്പോൾ ഈ ജനത്തെ ദൈവം കൈവിട്ടു. ഇവർ ബാബേലിന്റെ അടിമത്തത്തിലേക്ക് പോയി. അവിടെ കിടക്കുന്ന കാഴ്ച കണ്ട ജെറമിയ പ്രവാചകൻ വിലാപം എഴുതുകയാണ്. അവിടെ എന്താ പറഞ്ഞത്? വാക്കുകളിൽ മാത്രം ഒന്ന് ഞാൻ പറഞ്ഞു തരാം. നല്ല പൊന്നിനെ പോലെ ഇരുന്നവർ അവർ മങ്ങിപ്പോയി. കുറുനരികൾ പോലും തന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നു. എൻ്റെ ജനത്തിന്റെ യുവതിമാർ, അമ്മമാർ തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ പാലില്ലാതെ കഷ്ടപ്പെടുകയാണ്. തന്നെയുമല്ല, കൊട്ടാരത്തിൽ കിടന്നവരാണവർ. എന്നാൽ ഇപ്പോഴോ കുപ്പയിലാണ്, ഓടയിലാണ് കിടക്കുന്നത് എന്ന് പറയുകയാണ്. സോദോമിലും ഗോമോറയിലും വന്ന നാശത്തെക്കാൾ വലിയ നാശമാണ് തന്റെ ജനത്തിന് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, പാലിനേക്കാൾ വെളുത്തവരായിരുന്നു തന്റെ ജനം, എന്നാൽ ഇപ്പോൾ കരിക്കട്ടയേക്കാൾ അവർ കറുത്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സ്വാദുഭോജനം ആസ്വദിച്ചിരുന്നവർ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? തന്റെ കുഞ്ഞുങ്ങളെ വേവിച്ച് തിന്നുകയാണ്. ആരും കാണാതെ വിശന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുകയാണ്. പ്രിയമുള്ളവരെ, ഈ ശിക്ഷാ നടപടികൾ ദൈവം കൊടുത്തത്, അല്ലെങ്കിൽ ഇത് ഈ മനുഷ്യർ അനുഭവിക്കാൻ കാരണമായി തീർന്നത് എന്താ? ദൈവം കൊടുത്ത പദവികളെ തന്റെ നിലമറന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ കഷ്ടം മുഴുവനും വന്നത്. ഭക്ഷണമില്ല, കിടക്കാൻ താമസിക്കുവാനൊന്നുമില്ല, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുവാനില്ല, അല്ലേ? ദൈവം പ്രത്യേകം പറയുകയാണ്, മൃഗങ്ങൾ പോലും, കുറുനരികൾ പോലും അവർക്ക് പാല് കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് സന്തോഷമായി കഴിയുന്നു. എന്റെ ജനത്തിന്റെ പുത്രിമാരോ തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ ഒരു തുള്ളി പാലില്ലാതെ, എന്ന് പറഞ്ഞാൽ അമ്മമാര് വല്ലതും കഴിച്ചാലല്ലേ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനുണ്ടാവുകയുള്ളൂ. പട്ടിണിയും പരിവട്ടമായി കിടക്കുകയാണ്. ആഡംബര ജീവിതത്തിൽ കഴിഞ്ഞിരുന്ന ദൈവം കൊടുത്ത സമ്പത്ത് ഉപയോഗിച്ച്, അല്ലെ, തേനും പാലും ഒഴുകുന്ന ദേശം അവർക്ക് കൊടുത്ത്, സമ്പൽ സമൃദ്ധി കൊടുത്ത്, അവർക്ക് ഉണ്ണാനും ഉടുക്കാനും കൊടുത്തപ്പോൾ, അവർക്ക് കൊടുത്ത വസ്ത്രമെടുത്ത് അന്യദേവന്മാരെയും ദേവിമാരെയും പൊതിയാനായി കൊടുത്തപ്പോൾ ദൈവം അവിടെ ന്യായവിധി അയച്ചു, അല്ലേ? അപ്പോൾ ഈ നടപടി ഉണ്ടായത് ഡ്യൂട്ടി ഡ്രസ്സിലല്ല, തലയിൽ തൊപ്പിയുള്ളപ്പോഴല്ല ഇത് ഇസ്രായേലിൽ സംഭവിച്ചത്. തലയിൽ നിന്നും തൊപ്പി തെറിച്ചപ്പോഴാണ്, സസ്പെൻഷൻ കിട്ടിയപ്പോഴാണ് പോലീസുകാരൻ ഞാനും സാധാരണ ഒരു മനുഷ്യനെ പോലെ ആയിത്തീർന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ഔദ്യോഗിക പദവിയുണ്ട്. നാം ദൈവമക്കളാണ്. കാൺമീൻ, നാം ദൈവമക്കളാണ്, അല്ലെ? ഞാൻ നേരത്തെ വായിച്ച വാക്യങ്ങൾ, റോമാലേഖനം 8:14, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഗലാത്യ 3:26, ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമാലേഖനം 8:17 വാക്യം, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. മനസ്സിലായോ? എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോട് കൂടെ പീഡ അനുഭവിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും പീഡിപ്പിക്കപ്പെടും, അല്ലെ? നമ്മൾ ദൈവമക്കളാണെങ്കിൽ കഷ്ടവുമുണ്ട് എന്ന് വചനത്തിൽ വ്യക്തമായി പറയുക. ആ കഷ്ടം നമുക്ക് പ്രതിഫലത്തിന് കാരണമായി തീരുമ്പോൾ ആ ദൈവമക്കൾ എന്ന പദവി തള്ളിക്കളഞ്ഞ്, നേരത്തെ വിലാപം എഴുതിയപ്പോൾ ആ വിലാപത്തിൽ കണ്ടതുപോലെ ഒരു കാഴ്ച വിശ്വാസി എന്ന് പറയുന്ന ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ക്രിസ്തുവിനെ പ്രതിയുള്ള കഷ്ടമാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ട്, പ്രതിഫലമുണ്ട്. അല്ലാതെ ദൈവത്തിന്റെ നിലയിൽ നിന്നും മാറി, ദൈവം നമുക്ക് നൽകുന്ന നിലയിൽ നിന്നും മാറിയിട്ടാണ് കഷ്ടം അനുഭവിക്കുന്നതെങ്കിൽ, ദൈവസഭയോട് ഞാൻ പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധ വസ്ത്രം ധരിച്ചിട്ടാണോ നമുക്ക് ഈ കഷ്ടം വരുന്നത്, ഈ ദാരിദ്ര്യം വരുന്നത്, രോഗങ്ങൾ വരുന്നത്, കഷ്ടതകൾ വരുന്നത്?
അതോ എനിക്ക് ദൈവം തന്ന വസ്ത്രം എങ്ങോ ഊരി വെച്ചുകൊണ്ട് അങ്ങ് ഏതൻ തോട്ടത്തിൽ തുന്നിപ്പിടിപ്പിച്ച ആ അമ്മയുടെയും അപ്പന്റെയും അതേ ചിന്തയോടുകൂടെ ഇന്നും നമ്മുടെ പ്രശ്നങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയാണോ? പലവിധ ന്യായീകരണത്തിലൂടെ മുന്നോട്ട് പോവുകയാണോ? എങ്കിൽ അപകടമാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. എന്നെ ഇന്നലെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു വാക്യമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലെ ഞാൻ പ്രാരംഭമായി വായിച്ച വാക്യം. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. കൃപയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷേ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിൽ നിന്നുകൊണ്ട് സസ്പെൻഷനിലാണോ, അല്ലെങ്കിൽ തൊപ്പി തെറിച്ചോ? ഇതുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെ? എല്ലാവരും പറയും ദൈവമക്കളായി എന്ന പേരുള്ള എല്ലാവരും എന്ന് പറയും, കർത്താവ് അറിയാതൊന്നും വരുന്നില്ലല്ലോ എന്ന്. കർത്താവ് അറിയാതൊന്നും വരുന്നില്ല. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ കാരണം എന്നുള്ളത് നമ്മൾ പുനർചിന്തനം ചെയ്യണം. വിത്ത് ഡ്യൂട്ടി ഡ്രസ്സിൽ പറ്റിയ കുഴപ്പമാണോ? അങ്ങനെയാണെങ്കിൽ ദൈവം പരിഹരിച്ചോളും. നമുക്ക് ഡ്യൂട്ടി ഡ്രസ് ഇല്ലാതെ പറ്റിയ അബദ്ധമാണോ? അതിന് മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ആ പരിഹാരം നമ്മളാ വരുത്തേണ്ടത്. ആ മടങ്ങി വരുവാൻ നമ്മളാ ചെയ്യേണ്ടത്. ദൈവം ആരുടെയും കഴുത്തിന് പിടിച്ച് കൊണ്ടുവരികയില്ല. ദൈവം സന്ദേശം കേൾപ്പിക്കുകയുള്ളൂ. എന്നിട്ട് തീരുമാനിക്കണം നമ്മൾ ദൈവത്തിന്റെ വസ്ത്രത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ യൂണിഫോമിലാണോ നമ്മൾ സത്യം, നീതി, സുവിശേഷത്തിനായുള്ള ഒരുക്കം, പ്രത്യാശ, ദൈവവചനം, പ്രാർത്ഥന. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന നല്ല ഒരു ഓട്ടക്കളത്തിലാണ് നമ്മൾ ഓടുന്നത് എന്നുള്ളത് ഇന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ വളരെ അപകടമാണ്, വളരെ പ്രയാസമാണ്. ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ തങ്ങളുടെ വസ്ത്രം തങ്ങളുടെ തലയിൽ തൊപ്പിയില്ലാത്തതാണ് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കാണിച്ചു തരാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. ആ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഈ അക്ഷയമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഈ കാണുന്നതെല്ലാം ക്ഷയിച്ചു പോകുന്നതാ. വീട്, കാറ്, സൗന്ദര്യം, അല്ലെങ്കിൽ നമുക്കുള്ള മക്കള്, എന്തുമായിക്കോട്ടെ, അതിനു വേണ്ടിയിട്ടാണ് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നടക്കുന്നതെങ്കിൽ അതെല്ലാം ക്ഷയിച്ചു പോകുന്നതാ. ക്ഷയിച്ചു പോകുന്നതിന് വേണ്ടി കർത്താവിനെ വിളിക്കാൻ വന്നവരാണെങ്കിൽ ദൈവവചനം പറയുകയാണ്, അങ്ങനെയുള്ളവർ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ്. ഇവിടെ പറയുന്നു ക്ഷയിച്ചു പോകാതെ അക്ഷയമായി സ്നേഹിക്കണം ദൈവത്തെ. അപ്പോൾ ക്ഷയിച്ചു പോകാത്ത ചില കാര്യങ്ങൾ നമുക്ക് വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലെ? ക്ഷയിച്ചു പോകാത്തതിലാണ് നമ്മുടെ പ്രത്യാശ, ഭൂമിയിലുള്ളതല്ല. ആ ക്ഷയിച്ചു പോകാത്ത എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ച് വിശുദ്ധരായി തീർന്ന് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർന്ന് ഈ സഭയെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ നാം മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും, നിത്യം സ്വർഗത്തിലായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നമ്മുടെ ശരീരത്തിൽ ചെയ്തതിന് ദൈവം പ്രതിഫലം നൽകും. എഫേസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലമുണ്ട്. ആ ഉറച്ച പ്രത്യാശ എന്ന് പറയുന്നത് അക്ഷയമായ ഒന്നിനെ കുറിച്ചാണ്. ക്ഷയിച്ചു പോകാത്ത ഒന്നിലേക്കാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ അങ്ങനെയുള്ളവർക്കേ ദൈവത്തിന്റെ കൃപയുണ്ടാവുകയുള്ളൂ എന്നുകൂടി ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. യേശു ക്രിസ്തുവിനെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. മനസ്സിലായോ? കൃപ കൂടെ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അക്ഷയമായ ഒന്നിലേക്ക് നമ്മുടെ പ്രത്യാശ ഉണ്ടായിരിക്കണം. ക്ഷയിച്ചു പോകുന്ന ഒന്നിലേക്കാണെങ്കിൽ കൃപ കൂടെ ഇരിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് തലയിൽ നിന്ന് തൊപ്പി തെറിച്ചു പോകും, അപകടത്തിൽപ്പെടും, കഷ്ടതയിൽപ്പെടും, വിലാപത്തിൽ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകൾ ദൈവമക്കൾക്ക് വരും. പക്ഷെ ദൈവം കാരുണ്യവാനായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ആ ദൈവമക്കൾ എന്ന പദവിയിൽ എപ്പോഴും ആ തലയിൽ തൊപ്പിയുള്ളവരായിരിക്കണം, ഓൺ ഡ്യൂട്ടിയിലായിരിക്കണം, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുന്നവരായിരിക്കണം. അത്തിവൃക്ഷത്തിൽ ഫലമില്ല എന്ന് പറഞ്ഞ് കർത്താവ് ശപിച്ചതുപോലെയുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. സീസണിൽ വന്നല്ല ദൈവം ഫലം ചോദിക്കുന്നത്, സീസൺ അല്ലാത്തപ്പോഴാണ്, അല്ലേ?
ഇപ്പോൾ ഞായറാഴ്ച ഒരു 9 മണി തുടങ്ങി 11:30 വരെ കർത്താവ് വന്നു കഴിഞ്ഞാൽ നല്ല ഫലങ്ങളുണ്ട്, കർത്താവ് വന്നാൽ നമ്മൾ എടുക്കപ്പെടുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടല്ലേ, ഒരു പ്രത്യാശ നമുക്കുണ്ട്. എന്നാൽ 11:30 കഴിഞ്ഞ് അത് കഴിഞ്ഞാലായിരിക്കും കർത്താവ് ചില ഫലങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് കർത്താവിൻ്റെ ദൈവം തന്നിരിക്കുന്ന വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചിട്ടുണ്ടാകും, നമ്മുടേതായ അത്തിയില കൂട്ടി തുന്നിയ വസ്ത്രമെടുത്ത് ധരിച്ചിട്ടുണ്ടാകും. ആ സമയത്തായിരിക്കും കർത്താവ് ഫലം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫലം എടുത്തു കൊടുക്കാൻ ഉണ്ടാവുകയില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ഈ പറഞ്ഞതിൻ്റെ സന്ദേശം എന്താണ്? നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ആ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവരായി, പ്രത്യാശയുള്ളവരായി, തലയിൽ തൊപ്പിയുള്ളവരാണോ നമ്മൾ എന്ന് മാത്രം എന്ന് ചിന്തിക്കുക. തലയിൽ തൊപ്പിയിരിക്കുമ്പോൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. തലയിൽ തൊപ്പിയില്ലെങ്കിൽ കഷ്ടം വന്നാൽ അതിന് യാതൊരു പ്രതിഫലവുമില്ല. അത് ബാലശിക്ഷയായി തീരും, ദൈവത്തിന്റെ ശിക്ഷാ നടപടിയായി തീരും. അതങ്ങ് മോശയായാലും കൊള്ളാം, ഈ നിൽക്കുന്ന ജിനേഷ് ആയാലും കൊള്ളാം, ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണ കൊണ്ട്, അല്ലെ, അക്ഷയമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഹല്ലേലൂയ, ദൈവം നൽകുന്ന കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശത്താലും വാക്യങ്ങളാലും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.